ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് എന്നെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ ഫ്രണ്ട്സായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ദുബായിലുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പം ദുബായിലല്ല, ഞാൻ ജനുവരിയിൽ ദുബായ് പോയ സമയത്ത് എടുത്ത വീഡിയോസാണ്. പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാട്ടോ എനിക്ക് സമയം കിട്ടിയത്. സോ അഗെയിൻ ഇത് വേറൊരു വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ ബ്രദർ കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ അലൈനിൽ പോവാണ്. അപ്പോൾ അലൈനിൽ പോണ വഴി നമ്മളിതുപോലെ നമ്മളെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഈ വില്ലകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വല്ല പാർട്ടി അല്ലെങ്കിൽ ഫങ്ഷൻസ്, പിന്നെ അല്ലെങ്കിൽ മാരേജോ അങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതുപോലത്തെ വലിയ വലിയ വീടുകൾ റെൻറ്റിന് കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഏരിയാസ് ആയതുകൊണ്ട് റെൻറ്റൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതുപോലെ നല്ല സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ റിലേറ്റീവിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഈ ഒരു സ്ഥലം കേട്ടോ. അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ കയറിയതാണ്. പക്ഷെ കയറിയ സമയത്ത് അവിടുത്തെ വാച്ച്മാൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ കല്യാണ മണ്ഡപമോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇത് ശരിക്കും ഇവരുടെ വീടാണ്. പക്ഷേ അവരാരും അവിടെ താമസിക്കുന്നില്ല. ഒരു ഫാം ഹൗസ് പോലെ. എന്നിട്ട് അവർ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണ്. അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ വീട് എത്ര ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിയാൽ. കുറേ ഗാർഡൻസും പിന്നെ കുട്ടികൾക്കായിട്ടൊരു പ്ലേ ഏരിയ, പിന്നെ ഇവിടുത്തെ ഒരു അടിപൊളി പോണ്ട് ഉണ്ട്. പക്ഷേ അതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നല്ലാണ്ട് വേറെ ഫിഷോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്ത് രസമാണെന്നറിയോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ മുറ്റവും പിന്നെ ഒരു 10-20 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും. പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു വീടിൻ്റെ ജസ്റ്റ് ഔട്ട് സൈഡാണത്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സമയത്താണെങ്കിൽ ഇവിടുത്തെ നാത്തൂറില്ല. ആളുണ്ടായിരുന്നെങ്കിൽ ആൾ നമുക്ക് തുറന്ന് കാണിച്ചു തരുമായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവരുടെ വീട്. അപ്പം ആ വീടൊന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ ഒരുപാട് വീടുകളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ അടുത്തടുത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട്. വളരെ തുച്ഛമായ റെൻറ്റിന് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പം നമ്മളെല്ലാവരും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ കേട്ടോ നമ്മളുടെ റിലേറ്റീവിൻ്റെ റൂമുള്ളത്. ഇപ്പം ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. ചെറിയ രീതിയിലുള്ള പൊടിക്കാറ്റുണ്ട്. പക്ഷേ ചൂടില്ല. നല്ലൊരു കാലാവസ്ഥയാണ്. ജനുവരി ആയതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അധികം തണുപ്പുമില്ല പിന്നെ അധികം ചൂടുമില്ല. ഞാൻ വന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം റെഡി ആയിട്ടോ. ഇവർക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റും കഫറ്റീരിയ ആണ്. അപ്പം അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ റിലേറ്റീവ്സ്, വെരി വെരി ക്ലോസ് റിലേറ്റീവ്സ് ആണ്. അപ്പം നമ്മളെല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനി നമ്മൾ ഇത് അലൈനിലേക്ക് പോണ വഴിയായിരുന്നു. ഇനി നമ്മൾ ഡയറക്റ്റ് നെക്സ്റ്റ് അലൈനിലേക്കാണ് പോണത്. അപ്പം ഇന്നിപ്പോൾ സൺഡേ ആണ്. നാളെ നമ്മൾ രാവിലെ മിക്കവാറും അജ്മാനിലേക്ക് പോകും. ഈ പ്രാവശ്യം എനിക്ക് അബുദാബിയിലേക്ക് പോകാൻ പറ്റും തോന്നണില്ല. അപ്പോൾ അബുദാബി, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ ആൻഡ് ഫുജൈറ ഇവിടേക്കൊന്നും ഈ പ്രാവശ്യം ഇല്ല. നമ്മുടെ പ്ലാനിലേ ഇല്ല. അബുദാബി പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. നമ്മൾ താമസിച്ച ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്കൊന്ന് പോയി കാണണം, അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കും തോന്നണില്ല. എന്തായാലും അന്നത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇവിടെ അലൈൻ എത്തിയപ്പം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവിടെ അടിപൊളിയായിട്ട് ഫ്ലവർ ഗാർഡൻ ഉണ്ട് കേട്ടോ. അതും കുറച്ചൊന്നല്ല, ശരിക്കും മറ്റേ ഫ്ലവർ കാർപ്പറ്റ് വെച്ച പോലെ തന്നെ ഒരുപാട് ലാർജ് ഏരിയ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളി ഫ്ലവേഴ്സ്, പല പല കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു.
അപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് വന്നാണ് ഞാനും ഉമ്മയൊക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോസിൽ ഞാനേ വളരെ കുറവായിരിക്കും. പിന്നെ എനിക്ക് വീഡിയോസ് എടുത്തു തരാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉമ്മൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്താട്ടോ, കറക്റ്റ് ഞാൻ ആംഗിളൊക്കെ വെച്ചിട്ട് ഞാൻ ഫോൺ കൊടുത്താണ് നമ്മളെ രണ്ടുപേരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉമ്മയാണ് ഇപ്പോഴത്തെ വീഡിയോഗ്രാഫർ. രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, എന്നിട്ട് ഞാൻ പറഞ്ഞു ഉമ്മ വീഡിയോ എടുത്തോ, ഞാനിങ്ങനെ വരുമ്പോൾ വീഡിയോ ഇങ്ങനെ തിരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മൻ്റെ കയ്യിൽ കൊടുത്താണ്. സോ അടിപൊളിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു മൂടലൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അജ്മാനിലേക്ക് പോവാണ്. അജ്മാനിൽ എൻ്റെ കസിൻ ബ്രദറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും തിരിച്ചു വരിക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ലേശൊരു ചടപ്പുള്ള കാര്യം കേട്ടോ. കാരണം എപ്പോഴും ട്രാഫിക്കാണ്, എപ്പോൾ ഇറങ്ങിയാലും ട്രാഫിക്കാണ്. പക്ഷേ നമ്മൾ അന്നൊരു 11 മണി സമയമൊക്കെ ആയതുകൊണ്ട് അതൊരു ഓഫ് ടൈം ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ അജ്മാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ റമദയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ആൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടെ തന്നെയാണ് അവരുടെ അക്കോമഡേഷനും ഉള്ളത്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. കുറേ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് കേട്ടോ. അവളെയും കൂടെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ലാസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് അവളെ അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കുറച്ച് ടൈം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു 2 ദിവസം എന്തായാലും അജ്മാനിൽ നിൽക്കാമെന്നുള്ള പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എനിക്കിങ്ങനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ആരെ ഫ്ലാറ്റിൽ പോയാലും ഞാൻ ഫസ്റ്റ് ചെയ്യുക ആ വിൻഡോ കേർട്ടൻ ഒന്ന് തുറന്നിട്ട് ഞാനിങ്ങനെ നോക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സഫ്നാസ്. ആൾ എൻ്റെ കൂടെ +1 +2 പഠിച്ചതാണ് കേട്ടോ. ജസ്റ്റ് 2 വർഷം പഠിച്ചതാണെങ്കിലും നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബോണ്ടിങ് ഇസ് വെരി സ്ട്രോങ്. അപ്പോൾ ഉമ്മാക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം സഫ്നുവിൻ്റെ കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. ആൻഡ് അജ്മാൻ ഈസ് അടിപൊളി സ്ഥലം ഫോർ ഷോപ്പിംഗ്. അപ്പം നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ നെസ്റ്റോയിലാണ്. നെസ്റ്റോൻ്റെ ബിൽഡിങ്ങിലാണ് ഈ ഒരു ഒപ്റ്റിക് ഹൗസ് ഉള്ളത്. സഫ്നു ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഹർ ഷോപ്പ്. അപ്പം നമ്മൾ ഈ ഷോപ്പ് കാണാൻ വേണ്ടി വന്നതാണ്. ആൻഡ് സഫ്നുവിൻ്റെ വക നമുക്ക് രണ്ടാക്കും നല്ല അടിപൊളി, ഉമ്മാക്കൊരു ഫ്രെയിമും എനിക്ക് നല്ലൊരു അടിപൊളി ഷെയ്ഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും മാത്രമുള്ളൊരു പരിചയമല്ല കേട്ടോ, നമ്മളെ ഫാമിലി ആയിട്ടും നല്ല പരിചയമാണ്. അപ്പോൾ ഉമ്മ കണ്ണട സെലക്ട് ചെയ്തുകൊണ്ട് ഡിസൈഡ് ചെയ്തോട്ടെ. അപ്പോൾ കണ്ണട സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊരു കോംപ്ലക്സിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. ഇത് ഉമ്മ അവിടെ നിന്ന് എടുത്ത പർദ്ദയും മഫ്തിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സ് ആൻഡ് നല്ല വേർത്തി ആയിട്ടുള്ള ഷോപ്പിംഗ് ആട്ടോ നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമ്മക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല കോട്ടൻ്റെ ഷോള്, മാക്സി, അങ്ങനത്തതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഇത് നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാട്ടോ. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ദുബായിൽ വെച്ചിട്ട് ഒരു ഡിന്നർ ട്രീറ്റ് ഉണ്ട്. അപ്പം സഫ്നുവിൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഡിന്നർ ട്രീറ്റിന് വേണ്ടി പോവുകയാണ്. അതാണ് ഉമ്മ സൽവാറൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളി പർദ്ദയും മഫ്തിയൊക്കെ ഇട്ടിട്ടുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഡിന്നർ ട്രീറ്റ് എവിടാന്നും എന്താണെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ട്രീറ്റായിരുന്നു. അപ്പം നമ്മളിത് എല്ലാവരും കൂടെ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.